നമസ്കാരം. ഒരു പുതിയ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇഗാസു എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ ഇനാശു എന്ന് ചിലപ്പം കേട്ട് കാണും. എന്നാൽ ഇഗാസു ചിലപ്പം കേട്ട് പരിചിതമായിരിക്കില്ല. അതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ്. ഇഗാസു വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും മനോഹരവും വിസ്മയകരവുമായ വെള്ളച്ചാട്ടമാണ്. ഇത് അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും അതിർത്തിയിൽ ഇഗാസു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരാഗ്വ വളരെ അടുത്താണ്. 3 രാജ്യങ്ങളും ഇഗാസു പരാന നദികളുടെ സംഗമസ്ഥാനത്തിനടുത്താണ്. എന്നാൽ പരാഗ്വയിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ കഴിയില്ല. എന്നാൽ ബ്രസീലിലേക്ക് പാലം കടന്ന് വളരെ എളുപ്പത്തിൽ ഇഗാസു ദേശീയ ഉദ്യാനത്തിലേക്ക് എത്താം. ഇഗാസു വെള്ളച്ചാട്ടം 2 രാജ്യങ്ങളിലാണെങ്കിലും ബ്രസീൽ, അർജന്റീന 3 രാജ്യങ്ങളുടെ സംഗമ പ്രദേശത്തിൻ്റെ ഭാഗമായതിനാൽ പരാഗ്വേയും ആയും അടുത്ത ബന്ധമുണ്ട്. ഏകദേശം 275 വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെട്ടതാണ് ഇത്. ഇതിൻ്റെ ആകെ വീതിയാകട്ടെ 2.7 കിലോമീറ്റേഴ്സാണ്. ഏറ്റവും ഉയർന്ന ഭാഗത്ത് 82 മീറ്റർ ഉയരമുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റി ഇഗാസു ദേശീയോദ്യാനവും ഇഗാസു നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി അംഗീകരിച്ചിരിക്കുന്നു. ഇഗാസുവിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ് ഗർഗാന്ത ഡെർഡിയാബ്ലോ അഥവാ ഡെവിൾസ് ത്രോട്ട്. കുതിച്ചൊഴുകുന്ന ജലത്തിൻ്റെ ശക്തിയും അതുണ്ടാക്കുന്ന മൂടൽമഞ്ഞും സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്നു. ഇഗാസു പ്രദേശം ഉഷ്ണമേഖലാ മഴക്കാടുകളാൽ സമ്പന്നമാണ്. ഇവിടെ ടുക്കൻ പക്ഷികൾ, ജഗ്വാർ കുരങ്ങുകൾ, നൂറുകണക്കിന് ഇന ശലഭങ്ങൾ എന്നിവയെ കാണാം. അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തേക്കാൾ വീതിയിലും ജലപ്രവാഹത്തിലും ഇഗാസു വളരെ വലുതാണ്. പണ്ട് മുൻ അമേരിക്കൻ ഫസ്റ്റ് ലേഡിയായ എലീനർ റൂസ്വെൽറ്റ് ഇഗാസുവിനെ പൂവർ നയാഗ്ര എന്ന് പറയുന്നതായി ഒരു കഥയുണ്ട്. ഇഗാസു വെള്ളച്ചാട്ടം സന്ദർശിക്കുന്ന സഞ്ചാരികൾക്കായി അർജന്റീനയും ബ്രസീലും മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്ന പ്രധാന സൗകര്യങ്ങൾ നടപ്പാതകൾ, കാഴ്ചവേദികൾ, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ എത്താനും വീക്ഷിക്കുവാനും സുരക്ഷിതമായ നടപ്പാതകൾ, നിരവധി വ്യൂവിംഗ് പ്ലാറ്റ്ഫോംസ്, ഡെവിൾ ത്രോട്ടിനടുത്ത് വരെ എത്താനുള്ള സൗകര്യം വരെയുണ്ട്. പരിസ്ഥിതി സൗഹൃദ ട്രെയിൻ അഥവാ ഇക്കോളജിക്കൽ ട്രെയിൻ സർവീസും ഉണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്തേക്ക് എത്തുന്ന സാഹസിക ബോട്ട് യാത്രകൾ അവിടെയുണ്ട്. അതിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി അടുത്തറിഞ്ഞ് അനുഭവിക്കാം. ഡെവിൾസ് ത്രോട്ടിലേക്ക് എത്താൻ ബ്രോഡ് വാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ബ്രോഡ് വാക്ക് എന്നാൽ മരപ്പലകൾ, ലോഹം, കോൺക്രീറ്റ് ഇവ കൊണ്ട് ഉണ്ടാക്കിയ ഉയർത്തിയ നടപ്പാതകളാണ്. അവ സന്ദർശകർക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ചതുപ്പ് നിലങ്ങൾക്ക് മുകളിലൂടെ സുരക്ഷിതമായി നടക്കുവാനും കാഴ്ചകൾ ആസ്വദിക്കുവാനും സഹായിക്കുന്നു. അതിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലെത്താനും അതിന് ഗർജനവും ജലകണങ്ങളും വളരെ ആസ്വദിക്കുവാനും അടുത്തനുഭവിക്കുവാനും സാധിക്കും. ബ്രസീൽ ഭാഗത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഹെലികോപ്റ്റർ ടൂർ. ആകാശത്ത് നിന്ന് മുഴുവൻ ഇഗാസു വെള്ളച്ചാട്ട സമുച്ചയവും മഴക്കാടുകളും കാണാം. സന്ദർശന കേന്ദ്രത്തിൽ നിന്ന് വിവിധ കാഴ്ചാ കേന്ദ്രങ്ങളിലേക്ക് പാർക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നു. ഇൻഫർമേഷൻ സെന്റർ, മാപ്പുകൾ, ഗൈഡ് സേവനങ്ങൾ, റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെയുണ്ട്. അവിടെ നിന്നും ഭക്ഷണവും പാനീയങ്ങളും ലഭ്യമാണ്. ചില സ്ഥലങ്ങളിൽ വെള്ളച്ചാട്ടം കാഴ്ചയോടെ ഭക്ഷണം കഴിക്കാം. സുവനീർ ഷോപ്പുകളിൽ പ്രാദേശിക വസ്തുക്കളും ഓർമ്മ ചിഹ്നങ്ങളും ലഭിക്കും. ഭിന്നശേഷി സൗഹൃദ സൗകര്യങ്ങളുണ്ട്. റാമ്പുകൾ, ലിഫ്റ്റുകൾ, വീൽ ചെയർ സൗകര്യങ്ങൾ ഇവയുമുണ്ട്. സമീപ നഗരമായ ഫോർഡ് ഇഗോക്കോയിൽ വിവിധ ഹോട്ടലുകളും റിസോർട്ടുകളുമുണ്ട്. ചില ഹോട്ടലുകൾ ദേശീയോദ്യാനത്തിന് അടുത്താണ്. ബ്രസീൽ ഭാഗത്തെ പ്രധാന വാക്ക്വേയുടെ അറ്റത്ത് നിൽക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉയരുന്ന ജലഗണങ്ങൾ മുഖത്തും പതിക്കും. തെളിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മനോഹരമായ റെയിൻബോകൾ പതിവായി കാണാം. സഞ്ചാരികൾ പറയുന്നത് അർജന്റീനയിൽ നിന്ന് ഇഗാസുവിനെ സ്പർശിക്കാം. ബ്രസീൽ ഭാഗത്ത് ഇഗാസുവിനെ മുഴുവനും കാണാം. അവിടേക്ക് എത്താൻ നല്ല യാത്രാ സൗകര്യങ്ങളുണ്ട്.
പ്രധാന വിമാനത്താവളം ഫോസ് ഡു ഇഗോക്കോ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ബ്രസീലിലെ സാവോപോളോയിൽ നിന്നും റിയോ ഡി ജനീറോ, ബ്രസീലിയ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നും സ്ഥിരം വിമാന സർവീസുകളുമുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് ദേശീയോദ്യാനത്തിലേക്ക് ഏകദേശം 15-20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നഗരത്തിൽ നിന്ന് ദേശീയോദ്യാനത്തിലേക്ക് പതിവായി ബസ്സുകൾ ഓടുന്നു. പ്രത്യേക ടൂർ ബസ്സുകളുമുണ്ട്. ടാക്സി റൈഡ് ഷെയറിങ്ങും എന്നിവയുമുണ്ട്. പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ഇത് ബ്രസീൽ, അർജന്റീന, പരാഗ്വേ എന്നീ രാജ്യങ്ങളുടെ സംഗമ പ്രദേശമാണ്. അർജന്റീനയിലെ പോർട്ടോ ഇഗോക്കോയിൽ നിന്ന് ബ്രസീലിലെ ഫോർഡു ഇഗോക്കോയിലേക്കും പരാഗ്വേയിലെ സിൻഡാഡ് ഡെൽ എസ്റ്റയിലേക്ക് റോഡ് മാർഗ്ഗം എളുപ്പത്തിലെത്താം. ഇഗാസു പ്രദേശം ദക്ഷിണ അമേരിക്കയിലെ ഏറ്റവും മികച്ച രീതിയിൽ വികസിച്ചിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായതിനാൽ യാത്ര വളരെ എളുപ്പമാണ്. ഇഗാസു പ്രദേശം ട്രിപ്പിൾ ഫ്രോണ്ടിയർ 3 രാജ്യങ്ങളുടെ സംഗമ പ്രദേശം എന്നറിയപ്പെടും. ദക്ഷിണ അമേരിക്കയിലെ 2ാമത്തെ വലിയ രാജ്യമാണ് അർജന്റീന. തലസ്ഥാനം ബ്യൂണസ് ഐറസ്. വിശാലമായ പാമ്പസ് പുൽമേടുകൾ, പർവ്വതനിരകൾ, പറ്റഗോണയിലെ ഹിമാനികൾ, ഇഗാസു വെള്ളച്ചാട്ടം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ഫുട്ബോൾ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ പ്രധാന ഭാഗമാണ്. സിയോഗോ മാറഡോണയുടെ, ലയണൽ മെസ്സിയുടെയും നാടെന്നതിനാലും പ്രശസ്തമാണ്. ബ്രസീൽ ദക്ഷിണ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. തലസ്ഥാനം ബ്രസീലിയ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോൺ വനത്തിന്റെ വലിയൊരു ഭാഗം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. റിയോ ഡി ജനീറോയിലെ ക്രൈസ്റ്റ് ദ റെഡീമർ പ്രതിമ, കാർണിവൽ ആഘോഷങ്ങൾ, ഫുട്ബോൾ പാരമ്പര്യം എന്നിവ ബ്രസീലിനെ ലോക പ്രശസ്തമാക്കുന്നു. ഇഗാസു വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗവും ബ്രസീലിലുണ്ട്. അടുത്ത രാജ്യമാണ് പരാഗ്വേ. കരയാൽ ചുറ്റപ്പെട്ട ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്. തലസ്ഥാനം അസുൻസിയോൾ. പരാഗ്വേ നദിയാണ് രാജ്യത്തിൻ്റെ പ്രധാന ജലപാത. കൃഷിയും വൈദ്യുതോൽപാദനവുമാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന അടിത്തറ. ബ്രസീലുമായി ചേർന്ന് നിർമ്മിച്ച ഇറ്റാപ്പു അണക്കെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ്. ഏകദേശം 8 കിലോമീറ്റർ നീളമുണ്ട് ആ ഡാമിന്. അർജന്റീന, ബ്രസീൽ, പരാഗ്വേ എന്നീ രാജ്യങ്ങൾ ഇഗാസു മേഖലയിലൂടെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രകൃതി സൗന്ദര്യം, സംസ്കാര വൈരുദ്ധ്യം, ഫുട്ബോൾ പാരമ്പര്യം തുടങ്ങിയ വൻപിച്ച ജലവൈദ്യുത പദ്ധതികൾ എന്നിവ ഈ പ്രദേശത്തെ ദക്ഷിണ അമേരിക്കയിലെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുന്നു. അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും അതിർത്തിയിൽ മഴക്കാടുകൾക്കിടയിൽ ഗർജിച്ചൊഴുകുന്ന ഇഗാസു വെള്ളച്ചാട്ടം പ്രകൃതിയുടെ മഹത്വത്തിൻ്റെ അതുല്യ ഉദാഹരണമാണ്. അതിൻ്റെ വിപുലത, ശബ്ദം, ജലപ്രവാഹത്തിന് ശക്തി, ചുറ്റുമുള്ള വന്യജീവി സമ്പത്ത് എന്നിവ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. മറ്റൊരു അത്ഭുത സുന്ദര വിഷയവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.